നെസ്കഫെ ജപ്പാനിൽ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് അവരൊരു കൺസൾട്ടന്റിനോട് ചോദിച്ചു, ഞങ്ങൾ ജപ്പാനിൽ എങ്ങനെ വിജയിക്കും? അയാൾ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്കതിന് കഴിയില്ല. അവർ ആശ്ചര്യപ്പെട്ടു. അവർ ചോദിച്ചു, എന്തുകൊണ്ട് സാധ്യമല്ല? അയാൾ ശാന്തനായി മറുപടി പറഞ്ഞു, അതിന് 15 വർഷമെടുത്തു. കാരണം ജപ്പാനിലെ ആളുകൾക്ക് കോഫി എന്ന ആശയം തന്നെ പരിചിതമായിരുന്നില്ല. അവർ ടീ കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ വിൽക്കുന്നത് ടീ അല്ല, കോഫിയാണ്. എന്നിട്ട് അയാൾ വ്യത്യസ്തമായ ഒരു ഐഡിയ നൽകി. ആദ്യം നിങ്ങളൊരു കാർട്ടൂൺ ഉണ്ടാക്കണം, അതിന് കുറച്ച് കോടികൾ ചെലവാക്കണം. അതിനുശേഷം ആ കാർട്ടൂണിനെ അടിസ്ഥാനമാക്കി ഒരു ക്യാൻഡി ഉണ്ടാക്കണം. ആ ക്യാൻഡിക്ക് കോഫി ഫ്ലേവർ നൽകണം. എന്തിനാണെന്നറിയാമോ? ജപ്പാനിലെ കുട്ടികൾ ഈ ക്യാൻഡി കഴിക്കണം. കോഫിയുടെ മണവും രുചിയും ഒരു മെമ്മറിയായി അവരുടെ മനസ്സിൽ പതിയും. അവർ വളരുമ്പോൾ അവരുടെ ഓർമ്മകൾ കോഫിയിലേക്ക് കൊണ്ടുപോകും. വർഷങ്ങൾ കഴിയുമ്പോൾ ആ കുട്ടികൾ കോഫി ലവേഴ്സായിട്ട് മാറും. മാർക്കറ്റ് മാറും, എന്തിന്, കൾച്ചർ തന്നെ മാറും. സ്റ്റാർബക്സ് ഏറ്റവും വലിയ ഷോറൂം തുറന്നത് എവിടെയാണെന്നറിയാമോ? അത് മറ്റൊരിടത്തുമല്ല, ടോക്കിയോയിലാണ്. വലിയ വിജയങ്ങൾ ഓവർനൈറ്റിൽ സംഭവിക്കുന്നതല്ല. ചിലപ്പോൾ നിങ്ങൾ മാർക്കറ്റ് മാറ്റേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾ മൈൻഡ് സെറ്റ് മാറ്റേണ്ടി വരും, ചിലപ്പോൾ ഫ്യൂച്ചർ ജനറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടി വരും. ക്ഷമയും ഫോർകാസ്റ്റും ഉണ്ടെങ്കിൽ അസാധ്യമായ മാർക്കറ്റ് പോലും നിങ്ങളുടേതാക്കാം. ഇതുപോലുള്ള ബിസിനസ് സൈക്കോളജിക്കൽ ടിപ്സിന് ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു.